ഹലോ ഫ്രണ്ട്സ്, ലിനി ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമ്പിളായ രീതിയിൽ ഗീ റൈസും ബീഫ് ചോപ്സും എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം ഇന്ന്. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഗീ റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ അടപ്പത്ത് വയ്ക്കുക. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ നറുനെയ്യ് ഇട്ട് കൊടുക്കുക. നറുനെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2 കഷ്ണം കറുവപ്പട്ട, പിന്നെ ഒരു 5-6 കരയാമ്പൂ, ഒരു 4 ഏലക്ക, പിന്നെ ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 1/4 സ്പൂൺ കുരുമുളക്, ഇതെല്ലാം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിലാണ് വെള്ളം ഒഴിക്കുന്നത്. കാരണം ഈ ഗ്ലാസ് കൊണ്ട് ഒരു 2 ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കണേ. ഇതിലേക്ക് നമുക്ക് റൈസിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം റോസ് വൈറ്റും കൂടി ഒഴിച്ചു കൊടുക്കാം, ഒരു 1/4 സ്പൂൺ. ഈ വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുത്താൽ മതി. വെള്ളം ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചേക്കണ ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. ചെറിയ മണിയുടെ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഇളക്കി മൂടി വെച്ച് ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗീ റൈസ് റെഡിയായി. അതോടുകൂടി നമ്മുടെ റൈസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ബീഫ് ചോപ്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 400 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഞാൻ കാന്താരി മുളക് എടുത്തേനെ കേട്ടോ. അത് പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, മഞ്ഞൾപ്പൊടി ഇവയിലിട്ട് നന്നായി ഒന്ന് തിരുമിയെടുക്കാം. ഇത് ഞാൻ ഈ മൺചട്ടിയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് വേവുന്ന സമയം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 1/2 സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേണ്ട മസാലകളും, അതായത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3/4 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ നമ്മുടെ കടുകിൻ്റെ പരിപ്പ്, തൊലി കളഞ്ഞ പരിപ്പുണ്ടല്ലോ, അതും നമുക്ക് ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നല്ല വെണ്ണ പോലെ അടിയണം കേട്ടോ. ഇതിലേക്ക് വെള്ളം ചേർത്ത് അടിക്കരുത്. അല്പം വിനാഗിരി ചേർത്ത് വേണം അടിക്കാനായിട്ട്. കാരണം കടുക് പരിപ്പായതുകൊണ്ട് ചിലപ്പോൾ കഴിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 3-4 സ്പൂൺ വിനാഗിരി ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇതിപ്പോൾ 400 ഗ്രാം ബീഫിനുള്ള മസാല ആയതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്തിരി അരഞ്ഞ് കിട്ടാത്തിരി പാടായിരിക്കും. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് അടിച്ചാൽ മതി. മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല വടിയേ അരയണം ഇതുപോലെ. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു 2 സവാള മുറിച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റുക.
ബീഫ് കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 2 സവാള എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൂടി വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 3-4 ഇല വേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മുടെ അരപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ബീഫ് ചോപ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ മുളക് പൊടി ചേർക്കുന്നത്. അതേസമയം മട്ടൻ ചോപ്സോ അല്ലെങ്കിൽ പോർക്ക് ചോപ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ആ കറിക്ക് ഒരു യെല്ലോ കളറാണ് നല്ലത്. ബീഫാണെങ്കിൽ കുറച്ച് ഒരു റെഡിഷും കൂടി വരണം. അതുകൊണ്ടാണ് ഈ ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇനി നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ മുളക് പൊടിയും സവാളയും നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മട്ടൻ ചാപ്സും പോർക്ക് ചാപ്സൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തേണ ഈ അരപ്പിൻ്റെ കളർ കിട്ടിയാൽ മതി. റെഡിഷ് വേണ്ട അതിന്. നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ഒരു 2 മിനിറ്റ് നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം. എന്നാലേ അതിൻ്റെ കറക്റ്റ് മൂപ്പ് എത്തുള്ളൂ. അതിനുശേഷം നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് നമുക്കിത് നന്നായി വഴറ്റി കൊടുക്കാം. അടി പിടിക്കാതെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു 1/4 ഗ്ലാസ്, ഒരു 1/2 ഗ്ലാസ് 1/4 ഗ്ലാസ് തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തിളയ്ക്കുന്നവരെ ഒന്ന് ഫുൾ ഫ്ലെയിമിലിടാം. എന്നിട്ടൊന്ന് അടിമുട്ടിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അല്ലാത്ത ചട്ടിയാണെങ്കിൽ നമ്മൾ ശരിക്കും അടിമുട്ടിച്ച് തന്നെ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചട്ടി ഗ്രേവിയാണല്ലോ. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൂട്ടി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബീഫ് ചോപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ റൈസും ബീഫ് ചോപ്സും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയായ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.